ടു ഈസി വേ ഫോർ എഡ്യൂക്കേഷൻ +1 മാത്സിൻ്റെ ചാപ്റ്റർ 1 ആയ സെറ്റ്സിൻ്റെ ഫോക്കസ് ഏരിയ നോട്ട്സ് ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2 പാർട്ടായിട്ടായിരിക്കും പ്രസൻറ്റേഷൻ. പാർട്ട് 1 എക്സ്പ്ലനേഷനും പാർട്ട് 2 പ്രോബ്ലം സോൾവിങ് ആയിരിക്കും. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. സോ വാച്ച് ദ വീഡിയോ. What is a set? എന്താണ് സെറ്റ്? സെറ്റ് മീൻസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. ഒരു കളക്ഷൻ ആണ് നമ്മളെപ്പം സെറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ കളക്ഷൻ ഓഫ് ഈവൻ നമ്പേഴ്സ് ദാറ്റ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു 10. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 2, 4, 6, 8, 10. ഇതാണ് ഈവൻ നമ്പേഴ്സിൻ്റെ ഒരു കളക്ഷൻ. നെക്സ്റ്റ് എക്സാമ്പിൾ എ കളക്ഷൻ ഓഫ് ഓഡ് നമ്പേഴ്സ് ദാറ്റ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു 10. 1, 3, 5, 7, 9. ഈ നമ്പേഴ്സ് ആണ് എ കളക്ഷൻ ഓഫ് ഓഡ് നമ്പേഴ്സ്. ഇങ്ങനെ ഒരു കളക്ഷൻ ഓഫ് നമ്പേഴ്സിനാണ് നമ്മൾ എപ്പോഴും ഒരു സെറ്റ് എന്ന് പറയുന്നത്. അത് എപ്പോഴും വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. ഇപ്പം ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. 2, 4, 6. ഈ ഒരു സെറ്റിലെ ഈ ഒബ്ജക്ട്സിനാണ് നമ്മൾ എപ്പോഴും എലമെന്റ്സ് എന്ന് പറയുന്നത്. ഈ 2, 4, 6 ആണ് ഈ സെറ്റിലെ എലമെന്റ്. And the number of elements in a set is called cardinal numbers. ഈ ഒരു സെറ്റിൽ എത്ര കാർഡിനൽ നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 3 cardinal numbers are there in the set. ഏതൊക്കെയാണ്? 2, 4, 6, 1, 3, 5, 7. ഇതിൽ എത്ര കാർഡിനൽ നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ there are 4 cardinal numbers. ഇനി how to represent a set? There are 2 methods to represent a set. First one is roster form. Second one is set builder form. Roster form il nammal listing the elements separated by commas enclosed with the braces. Elements ne commas വെച്ച് differentiate ചെയ്യുന്നതിനാണ് roster form എന്ന് പറയുന്നത്. For example, A is equal to 2, 4, 6, 8, 10. ഇങ്ങനെ എഴുതുന്ന സെറ്റിനാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. സെറ്റ് ബിൽഡർ ഫോം മീൻസ് in this method we write down a property or a rule which represent all the elements of a set. ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ A is equal to x such that x is even numbers, that is less than equal to 10. ഇതായിരിക്കും ഈ ഒരു റോസ്റ്റർ ഫോം നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള ആൻസർ. വേറൊരു എക്സാമ്പിൾ എടുക്കാം. A is equal to A, E, I, O, U. ഈ സെറ്റിനകത്തുള്ള ഈ ഒരു നമ്പർ ഓഫ് ഒബ്ജക്ട്സ് നമ്മൾ എലമെന്റ്സ് എന്ന് പറയും. ഇങ്ങനെ എഴുതുന്ന സെറ്റിനാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇനി സെറ്റ് ബിൽഡർ ഫോം, ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ എഴുതും? X such that X is vowels in English alphabet. സോ റോസ്റ്റർ ഫോം സെറ്റ് ബിൽഡർ ഫോമും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. സെറ്റ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. ഞാനിവിടെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് 2, 4, 6. ഇതിനാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്ട്സിന്റെ സെറ്റ് ആർ കോൾഡ് എലമെന്റ്സ്. ഒരു സെറ്റിനകത്തുള്ള ഒബ്ജക്ട്സിനാണ് നമ്മൾ എലമെന്റ്സ് എന്ന് പറയുന്നത്. ദി നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ സെറ്റ് ഇസ് കോൾഡ് കാർഡിനൽ നമ്പേഴ്സ്. തന്നിരിക്കുന്ന സെറ്റിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടോ അതിനെ നമ്മൾ കാർഡിനൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. ഇനി സെറ്റ് റെപ്രസെന്റ് ചെയ്യാൻ 2 മെത്തേഡ്സ് ഉള്ളത്, റോസ്റ്റർ ഫോം ആൻഡ് സെറ്റ് ബിൽഡർ ഫോം. വാട്ട് ഇസ് റോസ്റ്റർ ഫോം? റോസ്റ്റർ ഫോം എന്ന് വെച്ചാൽ നമ്മൾ the elements are separated by commas enclosed with the braces. Set builder form means we write down a property which represent all the elements of the set. ഈ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു റൂൾ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ആയിരിക്കും നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത് സെന്റൻസ് പോലെ. ഇപ്പോൾ സെറ്റ് ബിൽഡർ ഫോം ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്.
റോസ്റ്റർ ഫോം A is equal to 2, 4, 6, 8, 10. ഇതാണ് റോസ്റ്റർ ഫോം. ഇവിടെ എലമെന്റ്സ് നമ്മൾ ഒരു കോമാസ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സെറ്റ് ബിൽഡ് ഫോം എഴുതണമെങ്കിൽ A is equal to x such that x is an even numbers that is less than equal to 10. Object in a set are called its elements. ഈ ആൽഫബറ്റ് ഒക്കെ എന്തിനു റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ് നെക്സ്റ്റ് ടോപ്പിക്. n means set of all natural numbers. Z means set of all integers. Q means set of all rational numbers. R means set of all real numbers. Z plus means set of all positive integers. R plus means set of all positive real numbers. So I'll repeat. N means set of all natural numbers. An example പറയാണെങ്കിൽ A is equal to set of 1, 2, 3, 4, etc. Natural numbers means 0 include ചെയ്യാത്ത എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. 0 ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഹോൾ നമ്പർ എന്ന് പറയും. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് മീൻസ് 0 എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ബാക്കി നമ്പേഴ്സ് ഒക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നെക്സ്റ്റ് വൺ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ്. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ A is -2, -4, -6, etc. നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാം ഇൻറ്റീജേഴ്സ് എന്ന് പറയും. പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ട്, നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ട്, 0 ഉണ്ട്, ഇതൊക്കെ ഒരു ഇൻറ്റീജേഴ്സ് ആണ്. നെക്സ്റ്റ് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് മീൻസ് ഒരു എക്സാമ്പിൾ 2/4, 3/4, 4/4, etc. ഇത് റാഷണൽ നമ്പേഴ്സ്. ഈ ഡിവിഷൻ ഫോമിൽ എഴുതുന്ന നമ്പേഴ്സിനൊക്കെ നമ്മൾ റാഷണൽ ഫോം എന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പോൾ 0.1, 0.2, 0.3 ഈ പോയിന്റ് നമ്പേഴ്സും ഡിവിഷൻ ഫോമിൽ എഴുതുന്ന നമ്പേഴ്സും ഒക്കെ നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ബട്ട് റിയൽ നമ്പേഴ്സ് മീൻസ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്പേഴ്സിനാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിൽ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാകും, ഇൻറ്റീജേഴ്സ് ഉണ്ടാകും, റാഷണൽ നമ്പേഴ്സ് ഉണ്ടാകും. എല്ലാ നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതിനാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. N means natural number, Z means integers, Q means rational numbers, R means set of real numbers, Z plus means set of all positive integers, R plus means set of all positive real numbers. Next topic in this chapter is subset. എന്താണ് subset? The set A is said to be a subset of set B if every element of A is also an element of B. Set A, set B ന്റെ ഒരു സബ്സെറ്റ് ആണ് എപ്പോഴാണ് പറയാം? When elements of A, Aയിലുള്ള എലമെന്റ്സും ബിയിലുണ്ടെങ്കിൽ നമ്മൾ അതിനെ സബ്സെറ്റ് ഓഫ് B എന്ന് പറയും. ഈ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് സബ്സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. A is a subset of B if x belongs to A and x belongs to B. ഒരു എക്സാമ്പിൾ നോക്കാം. A is equal to a set of 1, 3 and B is equal to set of 1, 3, 5, 7. Set A, set B ന്റെ സബ്സെറ്റ് ആണ് എപ്പോഴാണ് പറയാം? When elements of set A is included in elements of set B. ഇവിടെ സെറ്റ് എയിൽ 1, 3യും സെറ്റ് ബിയിൽ 1, 3, 5, 7 ഉണ്ട്. ഈ സെറ്റ് എയിൽ 1, 3 ഈ സെറ്റ് ബിയിൽ ഇൻക്ലൂഡഡ് ആണ്. കാണാൻ പറ്റുന്നുണ്ടോ? സെറ്റ് 1, 3 കണ്ടോ? ഈ സെറ്റ് എയിലെ എലമെന്റ്സ് ബിയിലുണ്ടെങ്കിൽ അത് നമ്മൾ സബ്സെറ്റ് എന്ന് പറയും. B is equal to set of Mn and A is equal to subset of Mn of B. ഇവിടെ ബിയിലുള്ള സെറ്റ് എലമെന്റ്സ് Mn സെറ്റ് എയിലും പ്രസന്റ് ആണ്. അപ്പം നമ്മൾ ഇവിടെ എന്താ പറയുക? B is a subset of A. That means ബിയിലുള്ള എലമെന്റ് എയിൽ പ്രസന്റ് ആണെങ്കിൽ നമ്മൾ ആ ഒരു എലമെന്റിന് ആ ഒരു സെറ്റിന് നമ്മൾ സബ്സെറ്റ് എന്ന് പറയും. ഈ സിമ്പിൾ ഡിനോട്ട് ചെയ്യുന്നത് എം ടി സെറ്റിനാണ്.
empty set is always a subset of every set A. That means empty set is a subset of A. നമ്മൾ ഏതൊരു എലമെന്റ് എഴുതാണെങ്കിൽ ഒരു സെറ്റ് എഴുതാണെങ്കിൽ empty set അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. And also every set is a subset of itself. A is a subset of A. If A is subset of B and A is not equal to B, then A is called proper set, subset of B, and B is called the superset of A. A എന്ന് പറയുന്ന സെറ്റ് 5 6ഉം B എന്ന് പറയുന്ന സെറ്റ് 5 6 7 ആണ്. ഇവിടെ എയിലുള്ള എലമെന്റ് അതായത് 5ഉം 6ഉം ബിയിലുള്ള എലമെന്റിൽ സെയിം ആണ് 5 6. പക്ഷെ ഇവിടെ 7 ഇൻക്ലൂഡഡ് അല്ല. 7 ഇൻക്ലൂഡഡ് ആയി നമ്മൾ പറയും A is equal to B എന്ന്. പക്ഷേ ഇവിടെ 5 6 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് A is not equal to B. പക്ഷേ A ഒരു സബ്സെറ്റ് ആണ്, കാരണം 5ഉം 6ഉം ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമ്മൾ അതിന് പറയുന്ന പേരാണ് പ്രോപ്പർ സെറ്റ്. A is a proper set of B. ബിനെ വിളിക്കുന്ന പേര് സൂപ്പർ സെറ്റ്. B is a superset of A. ഒരു എക്സാമ്പിൾ പറയാൻ ഇപ്പം ഞാൻ ഇങ്ങനെ തരുന്നു. A is equal to 5 6 7 and B is equal to 5 6 7. ഇതൊരു പ്രോപ്പർ സബ്സെറ്റ് അല്ല, കാരണം A is equal to B ആണ്. എയും ബിയും ഈക്വൽ അല്ലെങ്കിൽ മാത്രമാണ് നമ്മളൊരു പ്രോപ്പർ സബ്സെറ്റ് വിളിക്കുന്നത്. ഇതൊരു ഇംപ്രോപ്പർ സബ്സെറ്റ് ആണ്, ബിക്കോസ് A is equal to B. When A is not equal to B, then we call it as a proper subset. If A is equal to B, then we call it as a improper subset. ഇനി എങ്ങനെയാണ് ഒരു സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് കാണാൻ പറ്റും, എത്ര സബ്സെറ്റ് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് എങ്ങനെ കാണാൻ പറ്റും? The number of subset is equal to 2 raised to n. 2 raised to n എലമെന്റ്സ് ആയിരിക്കും ഒരു സെറ്റിൽ ഉണ്ടാകുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. സെറ്റ് ഓഫ് A is equal to സെറ്റ് ഓഫ് AB. ഇതിൽ എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് നോക്കാൻ നമ്മൾ ഈ ഇക്വേഷനൊക്കെ യൂസ് ചെയ്യുക. 2 raised to n. ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ട്? 2 എലമെന്റ്സ്. സോ 2 raised to 2, ദാറ്റ് ഇസ് 2 സ്ക്വയർ ഇസ് 4. 4 സബ്സെറ്റ് ആണ് പോസിബിൾ ആയിട്ട് വരാം. അത് ഏതൊക്കെയാണ്? എംപ്റ്റി സെറ്റ്, സെറ്റ് A, സെറ്റ് B ആൻഡ് സെറ്റ് AB. ഇതായിരിക്കും ഈ സെറ്റിന്റെ സബ്സെറ്റ്. We'll come to one more example. Question is A is equal to A, B, C. ഇതിൽ എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് നോക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ 2 raised to n ആണ്. ദാറ്റ് ഇസ് 2 raised to 3. 2 into 2 4, 4 into 2 8. 8 സബ്സെറ്റ്സ് ആണ് ഈ ഒരു സെറ്റിലുള്ളത്. എംപ്റ്റി സെറ്റ്, സെറ്റ് A, സെറ്റ് B, സെറ്റ് C, set AB, set BC, set AC, set ABC. ഈ 8 എലമെന്റ്സ് ആണ് ഈ ഒരു സെറ്റ് എയിലെ സബ്സെറ്റ്. പ്രോപ്പർട്ടീസ് ഓഫ് സബ്സെറ്റ്. If A is a subset of B and B is a subset of C, then A is a subset of C. ഇതൊരു പ്രോപ്പർട്ടി ആണ്. If A is a subset of B and B is a subset of C, then A will also be a subset of C. The subset denote ചെയ്യുന്ന സിമ്പിൾ ആണ്. Next property, if A is equal to B, it implies A is a subset of B and B is a subset of A. A and B equal ആണെങ്കിൽ then A is a subset of B and B is a subset of A. Subset means ഒരു സെറ്റിലെ എലമെന്റ്സ് വേറൊരു സെറ്റിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സബ്സെറ്റ് എന്ന് വിളിക്കും. Now intervals as subset are interval open bracket AB, closed bracket AB, closed bracket A and open bracket, and open bracket A and closed bracket B. സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാണെങ്കിൽ
ഇത് സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇസ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ഇതിൻ്റെ അർത്ഥം എയും ബിയും നോട്ട് ഇൻക്ലൂഡഡ് ആണ്. എ ആൻഡ് ബി ഇസ് നോട്ട് ഇൻക്ലൂഡഡ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10. ഇതിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് 6, 7, 8, 9. ഓപ്പൺ ബ്രാക്കറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ എയും ബിയും ഇൻക്ലൂഡ് ആയിരിക്കില്ല. ഇനി അടുത്തത് ക്ലോസ്ഡ് ബ്രാക്കറ്റ് എ ആൻഡ് ബി. സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ എക്സ് സച്ച് ദാറ്റ് എ ഇസ് ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി. ഇവിടെ എയും ബിയും ഇൻക്ലൂഡഡ് ആണ്. നേരത്തെ അതേ എക്സാമ്പിൾ എടുക്കാണ്. 5 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 10. അപ്പോൾ അതിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് 5, 6, 7, 8, 9, 10. ഇവിടെ നമ്മൾ 5ഉം 10ഉം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ക്ലോസ്ഡ് ബ്രാക്കറ്റും ഓപ്പൺ ബ്രാക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓപ്പൺ ബ്രാക്കറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അവിടെ ആ എയും ബിയും എലമെന്റ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. ഇഫ് ഇറ്റ് ഇസ് ക്ലോസ് ബ്രാക്കറ്റ് ദെൻ ദ എലമെന്റ്സ് വിൽ ബി ഇൻക്ലൂഡഡ്. നെക്സ്റ്റ്, ഇവിടെ എ ക്ലോസ്ഡ് ബ്രാക്കറ്റും ബി ഓപ്പൺ ബ്രാക്കറ്റുമാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം പറയുന്നത് എക്സ് സച്ച് ദാറ്റ് എ ഈസ് ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി. ഇവിടെ എ ഇൻക്ലൂഡഡ് ആയിരിക്കും, ബട്ട് ബി ഇൻക്ലൂഡഡ് ആയിരിക്കില്ല, നോട്ട് ഇൻക്ലൂഡഡ്. ഇത് എക്സാമ്പിൾ എടുക്കാം. 5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10. അപ്പോൾ ഈ ലെസ് ദാൻ ഈക്വൽ സിമ്പിൾ വരുമ്പോൾ ആ നമ്പർ അവിടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇവിടെ വെറും ലെസ് ദാൻ സിമ്പിളേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ അവിടെ ആ 10 ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. അതിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് 5, 6, 7, 8 and 9. ഇവിടെ ലെസ് ദാൻ ഈക്വൽ സിമ്പിൾ വന്നതുകൊണ്ട് നമ്മൾ 5 ഇൻക്ലൂഡ് ചെയ്തു. പക്ഷേ ഇവിടെ ലെസ് ദാൻ ഈക്വൽ സിമ്പിൾ ഇല്ലാത്തത് കൊണ്ട്, അതായത് ഓപ്പൺ ബ്രാക്കറ്റ് ആയതുകൊണ്ട് നമ്മൾ ആ 10 ഇൻക്ലൂഡ് ചെയ്തില്ല. ഇനി ലാസ്റ്റ് വൺ, ഓപ്പൺ ബ്രാക്കറ്റ് എ ആൻഡ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ബി. ഇവിടെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി. ഇവിടെ എ ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ആൻഡ് ബി ഈസ് ഇൻക്ലൂഡഡ്. ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 10. ഇവിടെ 5 ഇൻക്ലൂഡ് ആയിരിക്കില്ല, ബിക്കോസ് അത് ക്ലോസ്ഡ് ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. പക്ഷെ ബി ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആയതുകൊണ്ട് ബി നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ സെറ്റ് എന്ന് പറയുന്നത് 6, 7, 8, 9 and 10. ഇപ്പോൾ 4 ടൈപ്പ് ഓഫ് ഇന്റർവെൽസ് ആണ് ഇപ്പോൾ പഠിച്ചത്. സോ നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിളിലോട്ട് പോവാം. X such that x belongs to R, -4 less than x less than equal to 6. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും -4 ലെസ് ദാൻ എക്സ് എന്നാണ് പറഞ്ഞത്, ലെസ് ദാൻ ഈക്വൽ ടു എന്നല്ല. ലെസ് ദാൻ എന്നാണ് ഇൻക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് -4 ഇൻക്ലൂഡ് ചെയ്യായിരുന്നു. ബട്ട് ഹിയർ ഇറ്റ് ഇസ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 6. ലെസ് ദാൻ ഈക്വൽ ടു സിമ്പിൾ വരുമ്പം you have to understand that it is a closed interval. Closed interval ആണെങ്കിൽ മാത്രമേ ആ ലെസ് ദാൻ ഈക്വൽ ടു സിമ്പിൾ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ -4, 6. -4 ഓപ്പൺ ഇൻ്റർവലും 6 ക്ലോസ്ഡ് ഇൻ്റർവലും. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇസ് യൂണിയൻ ഓഫ് സെറ്റ്, ദാറ്റ് ഇസ് എ യൂണിയൻ ബി. ഈ യൂണിയൻ്റെ meaning is to combine all the set together. തന്നിരിക്കുന്ന രണ്ട് സെറ്റിലെ എലമെൻസും ഒന്നിച്ചെഴുതുന്നതിനാണ് യൂണിയൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. A is equal to a set of 1, 2, 3 and B is equal to a set of 4, 5, 6. ഇതിൻ്റെ A യൂണിയൻ B എന്ന് പറയുന്നത് ഈ സെറ്റ് എയിലും സെറ്റ് ബിയിലെ നമ്പേഴ്സ് എലമെൻറ്റ്സ് ഒരുമിച്ച് എഴുതുന്നതിനാണ് A യൂണിയൻ B എന്ന് പറയുന്നത്. അപ്പോൾ A യൂണിയൻ B is equal to 1, 2, 3, 4, 5, 6. അതാണ് യൂണിയൻ ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് ഇന്റർസെക്ഷൻ ഓഫ് എ സെറ്റ്, എ ഇന്റർസെക്ഷൻ ബി. യൂണിയൻ മീൻസ് ടു റൈറ്റ് ഓൾ ടുഗെദർ.
But intersection means write the common from both the set. യൂണിയൻ എന്ന് വെച്ചാൽ എല്ലാ സെറ്റും രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്, ആ രണ്ട് സെറ്റും കൂട്ടി എഴുതുന്നതിനാണ് യൂണിയൻ എന്ന് പറയുന്നത്. ബട്ട് ഇന്റർസെക്ഷൻ സെറ്റ് എന്ന് പറയുന്നത് ആ തന്നിരിക്കുന്ന രണ്ട് സെറ്റിലെ കോമൺ നമ്പേഴ്സ് എഴുതുന്നതിനാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ, A is equal to 1, 2, 3 and B is equal to 2, 3, 4. ഈ A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്നത് 2ഉം 3 ആണ്. കാരണം എയിലും 2ഉം 3 ഉണ്ട്, ബിയിലും 2, 3 ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് ഈ തന്നിരിക്കുന്ന രണ്ട് സെറ്റിലെ കോമൺ നമ്പേഴ്സിനാണ് നമ്മൾ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇഫ് A intersection B is empty set, ഈ A intersection B ഒരു empty സെറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ A, B are called disjoint set. When A intersection B is empty set, we call A and B as disjoint set. And note that if A intersection B, then A union B is equal to B and A intersection B is equal to A. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അവർ പറയുന്നത് A ഒരു ബിന്റെ സബ്സെറ്റ് ആണെങ്കിൽ ദെൻ A യൂണിയൻ B എന്ന് പറയുന്നത് സബ്സെറ്റ് B ആയിരിക്കും, A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്നത് സെറ്റ് A ആയിരിക്കും. എക്സാമ്പിൾ, സെറ്റ് A എന്ന് പറയുന്നത് 1, 3 ആൻഡ് സെറ്റ് B എന്ന് പറയുന്നത് 1, 3, 5, 7. A യൂണിയൻ B എന്ന് പറയുന്നത് ഒന്നിച്ച് എഴുതുക എന്നുള്ളതാണ്. അപ്പം എയും ബിയും ഒന്നിച്ച് എഴുതുമ്പോൾ 1, 3, 5, 7 which is equal to B. അതാണ് ഇവിടെ പറഞ്ഞത്. Then A intersection B A ആയിരിക്കുന്നതാണ്, because intersection means to write the common number from both the set. ഇവിടെ രണ്ട് സെറ്റിലെ കോമൺ നമ്പർ എന്ന് പറയുന്നത് 1ഉം 3 ആണ്, which is equal to A. Next one, difference of set A minus B. ഡിഫറൻസ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് A മൈനസ് ബി ആണ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. A is equal to 1, 3, 5, 7 and B is equal to 1, 2, 3, 4. A മൈനസ് ബി മീൻസ് എയിൽ നിന്ന് ബി മൈനസ് ചെയ്യുക, അതാണ് അതിൻ്റെ മീനിങ്. എ സബ്സെറ്റിൽ നിന്ന് ബി സബ്സെറ്റിലുള്ള നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് സബ്സ്ട്രാക്ട് ചെയ്യാനാണ് A മൈനസ് ബി എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അതനുസരിച്ച് നോക്കുമ്പോൾ A എന്ന സബ്സെറ്റ് 1, 3, 5, 7 ആൻഡ് B is equal to 1, 2, 3, 4. A മൈനസ് ബി മീൻസ് എയിൽ നിന്ന് ബി മൈനസ് ചെയ്യാം. ഇവിടെ എയിലുള്ള എലമെൻറ്റ്സ് 1, 3, 5, 7 ആണ്, ബിയിലുള്ള എലമെൻറ്റ്സ് 1, 2, 3, 4. അപ്പം ഈ ബിയിലുള്ള എലമെൻറ്റ്സ് 1, 3 ഈ രണ്ട് നമ്പേഴ്സ് എയിൽ നിന്ന് മൈനസ് ചെയ്യുന്നതായിരിക്കും A മൈനസ് ബി എന്ന് പറയുന്നത് ആൻസർ. സോ A മൈനസ് ബി is equal to 5 and 7. നെക്സ്റ്റ് വൺ, ബി മൈനസ് എ. ബി മൈനസ് എ എന്ന് വെച്ചാൽ ബിയിൽ നിന്ന് എ മൈനസ് ചെയ്യാം. അപ്പോൾ ബിയിലുള്ള എലമെൻറ്റ്സ് 1, 2, 3, 4 ആണ്, എയിലുള്ള എലമെൻറ്റ്സ് 1, 3, 5, 7 ആണ്. ഇതിൽ എയിലുള്ള എലമെൻറ്റ് എന്ന് പറയുന്നത് 1ഉം 3ഉം ബിയിലുണ്ട്. അപ്പം ഈ 1ഉം 3ഉം അതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും ബി മൈനസ് എ. അതായത് 2 and 4. 2 and 4 will be the answer for B minus A. Next is universal set. A universal set is a set containing all the elements of set in a given context. And a universal set is denoted by the letter U. എല്ലാ സെറ്റും കൂടി ചേർന്നതായിരിക്കും ഒരു യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ A is equal to 2, 4, 6, 8 and B is equal to 1, 3, 5. ഈ രണ്ട് സെറ്റും ആഡ് ചെയ്യുന്നതായിരിക്കും യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നതായിരിക്കും യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് ഓഫ് A and B is 1, 2, 3, 4, 5, 6, 8. ഇതായിരിക്കും ഈ A സെറ്റിൻ്റെയും B സെറ്റിൻ്റെ യൂണിവേഴ്സൽ സെറ്റ്. അതായത് എയും ബിയും കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും യൂണിവേഴ്സൽ സെറ്റ്. നെക്സ്റ്റ് ഇസ് കോംപ്ലിമെൻറ്റ് സെറ്റ്. The complement of a set A is a set of elements universal but not in A. The complement of A is denoted by A dash or A raised to C. And A dash is equal to A dash എന്ന് വിളിക്കാം, അല്ലെങ്കിൽ A complement. A complement is equal to universal minus A. Example, universal set എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 and A എന്ന് പറയുന്നത് 1, 2, 3. ഇവിടെ A കോംപ്ലിമെൻറ്റ് മീൻസ് യൂണിവേഴ്സൽ മൈനസ് എ. യുവിൽ നിന്ന് എ മൈനസ് ചെയ്യുക. എയിലുള്ള 1, 2, 3 ഈ 1, 2, 3 എന്ന് പറയുന്ന എലമെൻറ്റ്സ് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മൈനസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും A കോംപ്ലിമെൻറ്റ്. സോ U is equal to 1, 2, 3, 4, 5, 6 minus A is equal to 4, 5, 6. A complement is equal to a set of 4, 5, 6. Note that A complement, the whole complement will give A. Empty dash
is equal to universal set. U complement is equal to empty set. A union A complement is equal to universal set. A intersection A complement is equal to empty set. സോ ഇത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാകുന്നതായിരിക്കും. നെക്സ്റ്റ് ടോപ്പിക് മീൻസ് ഡി മോർഗൻസ് ലോ. A union B the whole dash is equal to A dash intersection B dash, and A intersection B the whole dash is equal to A dash union B dash. ഇത് രണ്ടും ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ നമ്മൾ പഠിച്ചു ഡി മോർഗൻസ് ലോ, ദാറ്റ് ഇസ് എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ എ ഇസ് ഈക്വൽ ടു a set of 2, 4, 6, 8 and B is a set of 2, 3, 5, 7 and universal set is 1, 2, 3, 4, 5, 6, 7, 8, 9. ഫസ്റ്റ് എ യൂണിയൻ ബി എന്താണെന്ന് കാണണം. എ യൂണിയൻ ബി മീൻസ് എ സെറ്റും ബി സെറ്റും കമ്പൈൻ ചെയ്ത് എഴുതുന്നതിനാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അപ്പം എ സെറ്റ് എന്ന് പറയുന്നത് 2, 4, 6, 8 ആൻഡ് ബി സെറ്റ് എന്ന് പറയുന്നത് 2, 3, 5, 7. ഇത് കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ 2, 3, 4, 5, 6, 7, 8. അപ്പോൾ ഇതാണ് എ യൂണിയൻ ബി. നൗ എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ യൂണിയൻ ബി സബ്സ്ട്രാക്ട് ചെയ്യുന്നതിനാണ് എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് തന്നിരിക്കുന്നത് 1, 2, 3, 4, 5, 6, 7 ആൻഡ് എ യൂണിയൻ ബി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 2, 3, 4, 5, 6, 7, 8. ഇനി യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ യൂണിയൻ ബി സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1 and 9 ആണ്. ഇവിടെ 8ഉം 9ഉം ഇൻക്ലൂഡഡ് ആണ്. സോ ഇവിടെ കോമൺ ആയിട്ടുള്ളത്, അതായത് സെറ്റ് എയിലില്ലാത്ത നമ്പർ 1ഉം 9ഉമാണ്. സോ ഇവിടുത്തെ എ യൂണിയൻ ബി ഡാഷ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് 1 and 9 ആണ്. ഇൻ നെക്സ്റ്റ് വൺ, ടു ഫൈൻഡ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് എ യൂണിയൻ ബി ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. അതായത് എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് കണ്ടുപിടിച്ച് കിട്ടുന്ന ആൻസറും എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് കണ്ടുപിടിച്ച് കിട്ടുന്ന ആൻസറും സെയിം ആണെന്ന്. സോ എ ഡാഷ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ സബ്സ്ട്രാക്ട് ചെയ്യുന്നതിനാണ് എ ഡാഷ് എന്ന് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് ക്വസ്റ്റ്യൻ തന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്. എ സെറ്റ് എന്ന് പറയുന്നത് 2, 4, 6, 8. ഈ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ സെറ്റ് സബ്സ്ട്രാക്ട് ചെയ്യണം, അതായത് 2, 4, 6, 8. ഇത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ആൻസർ ആയിരിക്കും എ ഡാഷ്. അപ്പോൾ ദ ആൻസർ വിൽ ബി 1, 3, 5, 7, 9. നെക്സ്റ്റ് ആണ് ബി ഡാഷ് കാണണം. ബി ഡാഷ് മീൻസ് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബി സബ്സ്ട്രാക്ട് ചെയ്യുന്നതിനാണ് ബി ഡാഷ് എന്ന് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9. ഇതിൽ നിന്ന് ബി സബ്സ്ട്രാക്ട് ചെയ്യണം. ബി സെറ്റ് എന്ന് പറയുന്നത് 2, 3, 5, 7 ആണ്. അപ്പോൾ ഇത് രണ്ടും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1, 4, 6, 8, 9. അതാണ് ബി ഡാഷ്. ഇനി കാണേണ്ടത് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. ഈ എ ഡാഷിലും ബി ഡാഷിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കണം. ഇവിടെ 1 കോമൺ ആണ്, 4 ഇതിലില്ല, 6 ഇതിലില്ല, 8 ഇതിലില്ല, 3ഉം 5ഉം 7ഉം ഇൻക്ലൂഡ് അല്ല, ബട്ട് 9 കോമൺ ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കോമൺ ആയി രണ്ട് സെറ്റിൽ കോമൺ ആയി വരുന്ന നമ്പർ 1ഉം 9 ആണ്. സോ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നത് 1, 9 ആണ്. Therefore, A union B the whole dash is equal to A dash intersection B dash. Now the last topic, that is Venn diagram. What is a Venn diagram? Venn diagram is a diagrammatic representation of a finite set. നമ്മൾ ഡയഗ്രാംസ്, നമ്മൾ ഈ സാധാരണ എഴുതുന്ന സെറ്റ് നമ്മൾ ഡയഗ്രാം ഫോമിൽ ചെയ്യുമ്പോൾ അത് വെൻ ഡയഗ്രാംസ് എന്ന് പറയും. ആൻഡ് യൂണിവേഴ്സൽ സെറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ എ റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിൾ ഷേപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സൽ സെറ്റിനാണ്. ആൻഡ് സെറ്റ് എയും സെറ്റ് ബി ആണ് സർക്കിൾ ഷേപ്പിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിച്ചു യൂണിയൻ സെറ്റ്, അതാണ് എ യൂണിയൻ ബി. എയും ബിയും കമ്പൈൻ ചെയ്ത് എഴുതുന്നതിനാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. എ സെറ്റും ബി സെറ്റും കമ്പൈൻ ചെയ്ത് എഴുതുന്നതിനാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി മീൻസ്
സെറ്റ് എയിലും സെറ്റ് ബിയിലും കോമൺ ആയി വരുന്ന പാർട്ടിനാണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഇവിടെ എയും ബിയിൻ്റെയും കോമൺ ആയി വരുന്ന പാർട്ട് ആ സെൻറ്ററിലുള്ള പാർട്ടാണ് കോമൺ. അതുകൊണ്ടാണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ സെൻറ്ററിലുള്ള പാർട്ട് കളർ ചെയ്യുന്നത്. തേർഡ് വൺ എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് വെച്ചാൽ എയിൽ നിന്ന് ബി സബ്സ്ട്രാക്ട് ചെയ്യുക. ഈ പിക്ചറിൽ യൂണിവേഴ്സൽ സെറ്റിൽ എ സെറ്റും ഉണ്ട് ബി സെറ്റും ഉണ്ട്. ആ എ സെറ്റ് മാത്രം കളർ ചെയ്തിട്ട് ബി സെറ്റ് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് എ മൈനസ് ബി. നെക്സ്റ്റ് ബി മൈനസ് എൻ്റെ വെൻ ഡയഗ്രാം. ബി മൈനസ് എ എന്ന് വെച്ചാൽ ബിയിൽ നിന്ന് സെറ്റ് എ റിമൂവ് ചെയ്യുന്നതാണ് ബി മൈനസ് എ. ഈ പിക്ചറിൽ യൂണിവേഴ്സൽ സെറ്റിൽ എ സെറ്റും ഉണ്ട് ബി സെറ്റും ഉണ്ട്. ബി മൈനസ് എ എന്ന് വെച്ചാൽ ബിയിൽ നിന്ന് എ റിമൂവ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ആ സെറ്റിൽ നിന്ന് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ റിമൂവ് ചെയ്തിട്ട് ബി പാർട്ട് മാത്രം ഷെയ്ഡ് ചെയ്തു. അതാണ് ബി മൈനസ് എൻ്റെ വെൻ ഡയഗ്രാം. നെക്സ്റ്റ് വൺ എ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് മീൻസ് യു മൈനസ് എ. യുവിൽ നിന്ന് എ മൈനസ് ചെയ്യുന്നതിനാണ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. ഇതാണ് എ കോംപ്ലിമെൻറ്റിൻ്റെ വെൻ ഡയഗ്രാം. ഫസ്റ്റ് ഇക്വേഷൻ n ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു n ഓഫ് എ പ്ലസ് n ഓഫ് ബി മൈനസ് n ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ഇക്വേഷൻ n of a intersection b is equal to n of a plus n of b minus n of a union b. Third, if a and b are disjoint set, നമ്മൾ നേരത്തെ പറഞ്ഞു disjoint set എന്ന് പറയുന്നത് if a intersection b is an empty set, എയും ബിയിൽ നിന്ന് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ അതൊരു empty സെറ്റ് ആണെങ്കിൽ നമ്മൾ എനെയും ബിനെയും disjoint set എന്ന് വിളിക്കും. So if a and b are disjoint set, then n of a union b is equal to n of a plus n of b. Now the fourth equation is n of a union b union c is equal to n of a plus n of b plus n of c minus n of a intersection b minus n of b intersection c minus n of a intersection c minus n of a intersection b intersection c. അതായത് ഓരോ എലമെൻറ്റ്, അത് n of a plus n of b plus n of c minus n of എ ഇൻ്റർസെക്ഷൻ ബി, യൂണിയൻ അല്ല, എ ഇൻ്റർസെക്ഷൻ ബി, പിന്നെ ബി ഇൻ്റർസെക്ഷൻ സി, ദെൻ എ ഇൻ്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഇതാണ് ഫോർത്ത് ഇക്വേഷൻ. ഇത് പ്രോബ്ലംസ് ചെയ്യുമ്പം ഈ ഇക്വേഷൻ മനസ്സിലാവുന്നതായിരിക്കും. ഇതാണ് സെറ്റ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയ നോട്ട്സ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.